ദൈനംദിന ജീവിതത്തിൽ നമുക്ക് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് വെജിറ്റബിൾസ് ശരിയായ അളവിൽ കഴിക്കണം എന്നുള്ളത്, അല്ലേ? അതെല്ലാവർക്കും അറിയാം. പക്ഷേ നമുക്ക് എല്ലാ ദിവസവും വെജിറ്റബിൾസ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള രീതിയിൽ വെജിറ്റബിൾസ് പാചകം ചെയ്ത് കഴിക്കുക എന്നുള്ളത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അല്ലേ? നമ്മൾ എന്തെങ്കിലുമൊക്കെ കറികൾ വയ്ക്കും, കഴിക്കും, അങ്ങനെയാണ് മിക്കവാറും എല്ലാവരുടെയും രീതി. അപ്പോൾ അതിന് പകരമായിട്ട് ആയിട്ട് ഒരാഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഇതുപോലെ എല്ലാ വെജിറ്റബിൾസും കൂടി ഇട്ട് നല്ലൊരു സൂപ്പ് ഉണ്ടാക്കി ഒന്ന് കുടിച്ചു നോക്കൂ. അത് നമുക്ക് ഒരു ഹെൽത്തിയുമാണ്, ആ സമയത്ത് നല്ലൊരു റിലാക്സേഷനുമാണ്. നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായ പോഷകങ്ങൾ എല്ലാം നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ സൂപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാമേ. നാടൻ മലക്കറികൾ ഒഴികെ നമ്മുടെ കയ്യിലുള്ള എല്ലാ മലക്കറിയും ഇടാം കേട്ടോ. ക്യാരറ്റ്, ബീൻസ്, ബീട്രൂട്ട്, ക്യാബേജ്, ബ്രോക്കോളി, കോളിഫ്ലവർ എല്ലാം ഇടാം. മസ്റ്റായിട്ട് തക്കാളി ഇട്ടിരിക്കണം. തക്കാളി നമ്മുടെ വെജിറ്റബിൾ സൂപ്പിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ്. ഇനി കൂടാതെ ഒരു 7-8 പല്ല് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഒരല്പം 1 ടീസ്പൂൺ ജീരകം, ഒരു 10 ചുവന്നുള്ളി വരെ അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വരെ പെപ്പർ പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന മലക്കറിക്ക് അനുസരിച്ച് പെപ്പർ പൊടി ഇട്ട് കൊടുക്കുക, എരിവിന് വേണ്ടിയാണേ. ഇനി അത് നെമന്ന് കിടക്കാൻ മാത്രം വെള്ളം ഒഴിക്കുക. വെള്ളം കൂടി പോകരുത്, നെമന്ന് കിടക്കാൻ മാത്രം വെള്ളം ഒഴിച്ചിട്ട് പാകത്തിന് ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരൊറ്റ വിസിലടുപ്പിച്ച് ഇറക്കി വയ്ക്കുക. ഇനി അതൊന്ന് തണുത്തതിന് ശേഷം അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഊറ്റി മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഈ മലക്കറികളുണ്ടല്ലോ, അത് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്തുള്ള എസൻസ് മൊത്തം ഇനി ഇറങ്ങിക്കിട്ടും. ഒന്ന് പൾസ് ചെയ്തതിന് ശേഷം നമ്മൾ ഊറ്റി വെച്ചിരുന്ന വെള്ളവും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരരിപ്പിലേക്ക് ഒഴിച്ച് നന്നായിട്ട് അതങ്ങ് അരിച്ചെടുക്കുക. നല്ലതുപോലെ അതൊക്കെ പ്രസ് ചെയ്ത് അതിൻ്റെ എസൻസ് എല്ലാം അങ്ങ് വീഴുന്ന പോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് ഒന്ന് അരിച്ചെടുക്കുക. എസൻസ് എല്ലാം അങ്ങ് വീഴുമ്പോഴത്തേക്ക് അതിൻ്റെ ഗുണങ്ങൾ മൊത്തം നമുക്ക് കിട്ടും. ഇനി അല്പം മല്ലിയിലയും കൂടെ ഒന്ന് ഇട്ട് ഗാർണിഷ് ചെയ്തിട്ട് നമ്മൾ കുടിക്കുക. അത്രയേ ഉള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള സൂപ്പാണ്, നല്ല ടേസ്റ്റുമാണ്. ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും കുടിക്കുകയാണെങ്കിൽ നമ്മൾ മലക്കറികൾ പ്രത്യേകമായിട്ട് പാചകം ചെയ്ത് കഴിച്ചില്ല എന്നുള്ള ഒരു കുറവ് ശരീരം അങ്ങ് പരിഹരിക്കാനാകും. ഇനി ചിലർ അല്പം കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയൊക്കെ കോൺഫ്ലോറൊക്കെ കലക്കി ഒഴിക്കാറുണ്ട്. അതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം നമ്മൾ മലക്കറികളൊന്ന് പൾസ് ചെയ്തത് കാരണം അതിനകത്തുള്ള കൊഴുപ്പ് മൊത്തം ഇറങ്ങി ഇതേ കണ്ടില്ലേ, നല്ല കൊഴുപ്പായിട്ട് തന്നെ ഇരിക്കുകയാണ് നമ്മുടെ സൂപ്പ്. അതുകൊണ്ട് കോൺഫ്ലോർ ഒന്നും കലക്കി ഒഴിച്ചതിന് കൊഴുപ്പ് കൂട്ടേണ്ട ഒരു ആവശ്യമില്ല. നല്ല കൊഴുത്ത ടെക്സ്ചറിലുമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് പറയണേ, അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുതേ. ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.